നമ്മളിന്നിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് 12 വോൾട്ട് 5 എച്ചിൻ്റെ ലിഥിയം ബാറ്ററി പാക്കാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററി പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഈ കാണുന്ന ഈ ഒരു 3 സെല്ലും പിന്നെ 20 ആമ്പിയറിൻ്റെ ഈ ഒരു BMS ബോർഡുമാണ്. ഈ ഒരു ബാറ്ററി പാക്കിനായിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്ന ഈ ഒരു സെല്ല് ഇത് ഒരെണ്ണം 5 എച്ച് വീതമുള്ള 3 സെല്ലുകളാണ്. 21700 ഈ ഒരു സീരീസിൽ പെട്ട ലിഥിയം ബാറ്ററിയാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അതുപോലെ നമ്മൾ ലിഥിയം ബാറ്ററി പാക്കുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും BMS ബോർഡ് ഉപയോഗിക്കണം. നമ്മളിവിടെ 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കിവിടെ ആവശ്യം 12 വോൾട്ട് 3Sൻ്റെ BMS ബോർഡാണ്. ഇത് 20 ആമ്പിയറിൻ്റെ BMS ബോർഡാണ്. ഇങ്ങനെയുള്ള പല ആമ്പിയറുള്ള BMS ബോർഡുകൾ മേടിക്കാൻ കിട്ടും. ഈ ഒരു ബാറ്ററി പാക്കിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഈ ഒരു സെല്ലിന് 200 രൂപ വെച്ചും ഈ ഒരു BMS ബോർഡിന് 120 രൂപയാണ് ആയത്. അപ്പോൾ ഇങ്ങനെയുള്ള ലിഥിയം ബാറ്ററി ഇത് ഓവറായിട്ട് ചാർജ് ചെയ്യാൻ പാടില്ല, ഓവറായിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ പാടില്ല. അതുപോലെ ബാറ്ററി ഔട്ട്പുട്ട് അത് ഷോർട്ട് ആകാനും പാടില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ബാറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് BMS ബോർഡ് ഉപയോഗിക്കുന്നത്. BMS ബോർഡും ബാറ്ററിയും എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ 12 വോൾട്ട് 3S 20 ആമ്പിയറിൻ്റെ BMS ബോർഡ് ഇത് ഏകദേശം ഒരു 5 എച്ചിൻ്റെ ബാറ്ററി പാക്കിനായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കപ്പാസിറ്റി കൂടിയ ബാറ്ററി പാക്കിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആമ്പിയർ കൂടിയ BMS ബോർഡ് ഉപയോഗിക്കുക. അതുപോലെ നമുക്ക് ഈ ഒരു 3 ബാറ്ററി കൂടെ വീണ്ടും ഒരു 3 ബാറ്ററി കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് 12 വോൾട്ട് 10 എച്ചിൻ്റെ ബാറ്ററി പാക്കാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബാറ്ററിയും BMS ബോർഡൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ലിഥിയം ബാറ്ററിയിൽ ശരിക്കും സ്പോട്ട് വെൽഡിംഗ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. സോൾഡർ ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ടും വേറെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലിഥിയം ബാറ്ററിയിലേക്ക് നമ്മൾ ആദ്യമേ വയർ കൊണ്ടുവച്ച് സോൾഡർ ചെയ്ത് പിടിക്കില്ല ലെഡ്. അപ്പോൾ നമുക്ക് ബാറ്ററിയിൽ സോൾഡർ ചെയ്യേണ്ട പോയിന്റിലേക്ക് ആദ്യമേ കുറച്ച് സോൾഡറിംഗ് പേസ്റ്റ് അപ്ലൈ ചെയ്യുക ആദ്യമേ. അത് കഴിഞ്ഞ് അയൺ ബിറ്റിൽ കുറച്ച് ലെഡ് ഒരുക്കി എടുക്കുക. അത് കഴിഞ്ഞ് ഈ സോൾഡറിംഗ് പേസ്റ്റ് അപ്ലൈ ചെയ്ത ഈ ഒരു ഭാഗത്തേക്ക് വേഗം തന്നെ കറക്റ്റായിട്ട് സോൾഡ് ചെയ്ത് ഒരുപാട് നേരം ഇങ്ങനെ അയൺ ബിറ്റ് ബാറ്ററിയിൽ കുത്തിപ്പിടിച്ച് ചൂടാക്കരുത് ബാറ്ററി. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് ലെഡ് പിടിച്ചോളും ബാറ്ററിയിലേക്ക്. ബാറ്ററിയും അങ്ങനെ ഹീറ്റ് ആവില്ല. അതുപോലെ നമുക്ക് വീണ്ടും വയർ സോൾഡ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ 3 സെല്ലുകൾ ഇത് സീരിയലായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം ഞാൻ വരച്ച് കാണിക്കാം. ഇതിലിപ്പോൾ നമ്മൾ വയറെല്ലാം കണക്ട് ചെയ്ത് കാണിച്ചാലും ഇത് പലർക്കും മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഡയഗ്രം പോലെ വരച്ച് കാണിക്കാം. ഇവിടെ ഇപ്പം ഞാൻ ഈ ഒരു ബാറ്ററി പാക്ക് ഈ രീതിയിലാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഡയഗ്രം പോലെ വരച്ച് കാണിക്കുന്നത്. ഇപ്പോൾ 12 വോൾട്ട് ബാറ്ററി പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 3.6 വോൾട്ടിൻ്റെ അല്ലെങ്കിൽ 3.7 വോൾട്ടിൻ്റെ 3 സെല്ലുകളാണ് ആവശ്യം മിനിമം. പിന്നെ 12 വോൾട്ട് 3Sൻ്റെ BMS ബോർഡും. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതുപോലെ ബാറ്ററി പാക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ബാറ്ററി ഇതെല്ലാം സെയിം വോൾട്ട് ഉള്ളതും സെയിം mAh ഉള്ളതും എടുക്കുക. പഴയ ബാറ്ററിയും പുതിയ ബാറ്ററിയും തമ്മിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഞാനിവിടെ 3 സെല്ലുകൾക്കും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്, B1, B2, B3. അപ്പോൾ ഈ ഒരു ബാറ്ററി നമ്പർ അത് ഇതേ രീതിയിൽ തന്നെ കൊടുക്കുക. ഇനി ഒരു 3 ബാറ്ററിയും സീരിയലായിട്ട് കണക്ട് ചെയ്യുക. ഇനി അടുത്തായിട്ട് B1 ബാറ്ററിയുടെ നെഗറ്റീവ് ഈ ഒരു BMS ബോർഡിലെ B0യിലേക്ക് കണക്ട് ചെയ്യുക. ചില BMS ബോർഡിൽ B0 എന്നായിരിക്കും, ചിലതിനകത്ത് 0 വോൾട്ട് എന്നായിരിക്കും എഴുതിയേക്കുന്നത്. ഇനി അടുത്തായിട്ട് B1 ബാറ്ററിയുടെ പോസിറ്റീവും B2 ബാറ്ററിയുടെ നെഗറ്റീവും കൂടിച്ചേരുന്ന പോയിന്റിൽ നിന്നുള്ള വയർ BMS ബോർഡിലെ 4.2 വോൾട്ട് ഈ ഒരു പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ചില ബോർഡിൽ B1 എന്നായിരിക്കും എഴുതിയേക്കുന്നത്. ഇനി അടുത്തായിട്ട് B2 ബാറ്ററിയുടെ പോസിറ്റീവ് B3 ബാറ്ററിയുടെ നെഗറ്റീവ് ഇത് കൂടിച്ചേരുന്ന പോയിന്റിൽ നിന്നുള്ള വയർ BMS ബോർഡിലെ 8.4 വോൾട്ട് എന്നിരിക്കുന്ന പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തായിട്ട് B3 ബാറ്ററിയുടെ പോസിറ്റീവ് ഇത് BMS ബോർഡിലെ 12.6 വോൾട്ട് എന്നിരിക്കുന്ന പോയിന്റിലേക്ക് കണക്ട് ചെയ്യും. ബാറ്ററിയും BMS ബോർഡും നമ്മൾ ഇത്രയും വയറാണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ BMS ബോർഡിൽ ഇതൊരു പ്ലസ് മൈനസ് ഇതാണ് ബാറ്ററിയുടെ ഇന്നും ഔട്ട് എടുക്കേണ്ട പോയിന്റ്. അപ്പോൾ ഈ ഒരു BMS ബോർഡിൽ നിന്ന് മാത്രമാണ് ബാറ്ററിയുടെ ഔട്ട്പുട്ട് എടുക്കാവുള്ളൂ. അതുപോലെ ചാർജർ കണക്ട് ചെയ്യേണ്ടതും ഈ ഒരു സെയിം പോയിന്റിൽ തന്നെയാണ്. ഇതിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ഷോർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. അതുപോലെ ഈ ഒരു ബാറ്ററി പാക്ക് 12.6 വോൾട്ടിന് മുകളിൽ ചാർജ് ആവില്ല. അതുപോലെ ബാറ്ററി ഓവറായിട്ട് ഡിസ്ചാർജ് ആവില്ല. 8.5 വോൾട്ടിൽ താന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ട്പുട്ട് കട്ട് ഓഫ് ആവും. ഇനി ഈ ഒരു ബാറ്ററി പാക്കിൻ്റെ കപ്പാസിറ്റി കൂട്ടാനായിട്ട് വീണ്ടും ഒരു 3 ബാറ്ററി കൂടി ആഡ് ചെയ്യുക. ഈ 3 സെറ്റിലും ഒരേപോലെ നമ്പർ ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമാണ് കപ്പാസിറ്റി കൂടുള്ളൂ. രണ്ടാമത് നമ്മൾ ആഡ് ചെയ്യുന്ന ബാറ്ററിയും സീരിയലായിട്ട് കണക്ട് ചെയ്യുക. ആമ്പിയർ കൂടിയ BMS ബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ വീണ്ടും ബാറ്ററിയുടെ എണ്ണം കൂട്ടി നമുക്ക് ബാറ്ററി കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് കണക്ഷൻസ്. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ കാണിച്ച പോലെ നമ്മളിവിടെ ചെയ്തെടുക്കുന്ന ബാറ്ററി പാക്കാണ് ഈ കാണുന്നത്. ഈ ഒരു ബാറ്ററി പാക്ക് ഞാനിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അഡാപ്റ്റർ ബോക്സിലാണ്. ഇപ്പോൾ ഈ ഒരു ബാറ്ററി പാക്ക് ഇത് ഫുൾ ചാർജ് ആവണമെങ്കിൽ 12.6 വോൾട്ടിൻ്റെ ചാർജറോ അഡാപ്റ്ററോ ഉപയോഗിക്കണം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ബാറ്ററി പാക്ക് 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉപയോഗിച്ചാണ് ചാർജ് ചെയ്തത്. അതുകൊണ്ട് ഈ ഒരു ബാറ്ററിയും 12 വോൾട്ട് വരെയാണ് ചാർജ് ആയിട്ടുള്ളൂ, ഫുൾ ചാർജ് ആയിട്ടില്ല. അപ്പോൾ ബാറ്ററി പാക്ക് ഫുൾ ചാർജ് ആവണമെങ്കിൽ 12.6 വോൾട്ട് 2 ആമ്പിയറിൻ്റെ ചാർജർ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ 12 വോൾട്ടിൻ്റെ ഇങ്ങനത്തെ അഡാപ്റ്റർ ഉപയോഗിച്ച് ചാർജ് എടുക്കാൻ പറ്റും. ഇങ്ങനത്തെ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉപയോഗിച്ച് ബാറ്ററി പാക്ക് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഒരു 80% ചാർജ് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ബാറ്ററി പാക്ക് നമുക്കിത് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. DC ലൈറ്റ്, DC ഫാൻ, വൈഫൈ മോഡം, അതുപോലെ സോളാർ പ്രോജക്റ്റുകൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റും. ലെഡ് ആസിഡ് ബാറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലിഥിയം ബാറ്ററിക്ക് ഒരുപാട് സമയം കൂടുതൽ ബാക്കപ്പ് കിട്ടും. അതുപോലെ കംപ്ലയിൻറ്റ് വളരെ കുറവാണ്. കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ഒരു ബാറ്ററി പാക്കിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു ഇങ്ങനെയുള്ള ബാറ്ററി പാക്ക് ഉണ്ടാക്കി തരാമെന്ന്. അത് പ്രകാരം നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ബാറ്ററി പാക്കാണ് ഈ കാണുന്നതെല്ലാം. ഇതെല്ലാം 12 വോൾട്ട് 5 എച്ചിൻ്റെ ബാറ്ററി പാക്കാണ്. ഈ ബാറ്ററി പാക്കെല്ലാം നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് 980 രൂപയ്ക്കാണ്, കൊറിയർ ചാർജ് ഉൾപ്പെടെ. അതുപോലെ ഈ ഒരു ബാറ്ററി പാക്ക് ഞാൻ ഇതുപോലത്തെ ഒരു അഡാപ്റ്റർ ബോക്സിലാണ് സെറ്റ് ചെയ്യുന്നത്. വൈഫൈ മോഡലിനൊക്കെ ഉപയോഗിക്കാൻ പാകത്തിന് എളുപ്പത്തിന്.
ഈ ഒരു ബാറ്ററി പാക്കിൽ ഒരു DC മെയിൽ പിന്നും അതുപോലെ ഒരു ഫീമെയിൽ സോക്കറ്റുമാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി പാക്ക് മോഡത്തിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു മെയിൽ പിന്ന് മോഡത്തിലേക്ക് കണക്ട് ചെയ്യുക. ഇതിലുള്ള ഈ ഒരു ഫീമെയിൽ സോക്കറ്റിലേക്ക് അഡാപ്റ്റർ കണക്ട് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. പിന്നെ ചില ടൈപ്പിലുള്ള മോഡൊന്നും ഇങ്ങനെയുള്ള 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്കിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള മോഡം വർക്ക് ചെയ്യാനുള്ള വഴിയുണ്ട്. അതിനായിട്ട് ഈ കാണുന്ന പോലത്തെ ഒരു കൺവെർട്ടർ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കൺവെർട്ടറിലേക്ക് 12 വോൾട്ട് ഇൻപുട്ട് പവർ സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടിൽ 220 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു കൺവെർട്ടറിൻ്റെ ഔട്ടിൽ നമുക്ക് മോഡത്തിൻ്റെ അഡാപ്റ്റർ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഈ ഒരു കൺവെർട്ടർ വർക്ക് ചെയ്യാൻ വളരെ കുറഞ്ഞ ആംബിയറാണ് എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ബാറ്ററി പാക്കിൽ പോലും ഒരുപാട് സമയം വർക്ക് ചെയ്യാൻ കഴിയും. ഈ ഒരു ടൈപ്പ് കൺവെർട്ടർ ഇത് ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ്. 500 റേഞ്ചിൽ ആമസോൺ, ഫ്ലിപ്കാർട്ടിലെല്ലാം ഉണ്ട്. അതുപോലെ ഈ ഒരു കൺവെർട്ടർ നമുക്ക് ഫാനൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നമുക്ക് മൊബൈൽ ചാർജർ, LED ട്യൂബ് ലൈറ്റ്, LED ബൾബ്, മൊബൈൽ ചാർജർ, അഡാപ്റ്ററുകളൊക്കെ വർക്ക് ചെയ്യാം. ട്രാൻസ്ഫോമർ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ കോയിൽ പെയിൻറ്റിങ് സാധനങ്ങളൊന്നും. അതുപോലെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഈ ഒരു 12 വോൾട്ട് 5Hൻ്റെ ഈ ഒരു ബാറ്ററി പാക്കിൽ ഈ ഒരു കൺവെർട്ടർ വർക്ക് ചെയ്യിച്ച് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന 9 വാട്ട്സിൻ്റെ LED ബൾബ് തെളിക്കുകയാണെങ്കിൽ 3.5 മണിക്കൂറിന് മുകളിൽ ബാക്കപ്പ് കിട്ടും. അപ്പോൾ ഈ ഒരു കൺവെർട്ടറിൻ്റെ ഔട്ടിലെ മോഡത്തിൻ്റെ അഡാപ്റ്റർ മാത്രം കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സമയം ബാക്കപ്പ് കിട്ടും. അപ്പോൾ ഈ ഒരു ബാറ്ററി പാക്കിൽ വർക്ക് ചെയ്യാത്ത മോഡമാണെങ്കിൽ മാത്രം ഇങ്ങനത്തെ ഒരു കൺവെർട്ടർ ഉപയോഗിച്ചാൽ മതി. അതുപോലെ നമ്മൾ ഈ ഒരു കൺവെർട്ടർ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ബാറ്ററി പാക്ക് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ചാർജർ കൂടി കരുതണം 12.6 വോൾട്ടിൻ്റെ. അതുപോലെ മോഡത്തിൽ നമ്മൾ ഈ ഒരു ബാറ്ററി പാക്ക് നേരിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു ബാറ്ററി പാക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് ഉപയോഗിക്കാവുള്ളൂ. 12.6 വോൾട്ടിൻ്റെ ചാർജർ ഉപയോഗിക്കരുത്. അപ്പോൾ ഇതേപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഈ ഒരു ബാറ്ററി പാക്ക് നമ്മൾ ഈ ഒരു കൺവെർട്ടറിൽ കണക്ട് ചെയ്തു. കൺവെർട്ടറിൻ്റെ ഔട്ടിൽ നമ്മൾ ഈ ഒരു 9 വാട്ട്സിൻ്റെ ബൾബ് കണക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ കൺവെർട്ടറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുള്ള ചെറിയ ബാറ്ററി പാക്കിൽ ഒരുപാട് സമയം ബാക്കപ്പ് കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഈ ഒരു ബാറ്ററി പാക്കിൻ്റെ പവർ ടെസ്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഞാൻ ഈ ഒരു 5Hൻ്റെ ബാറ്ററി പാക്ക് ഇപ്പം ഈ ഒരു കമ്പ്യൂട്ടർ UPSലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള UPS ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നല്ല ആംബിയറുള്ള ബാറ്ററി ആണെങ്കിലാണ് പറ്റുള്ളൂ. അതുപോലെ ഈ ഒരു ബാറ്ററി പാക്ക് നമ്മൾ UPSൽ കണക്ട് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയമൊന്നും ബാക്കപ്പ് കിട്ടില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു പവർ ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇത് കണക്ട് ചെയ്ത് കാണിച്ചെന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ കൺവെർട്ടർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൺവെർട്ടർ ആണെങ്കിൽ കൂടുതൽ സമയം ബാക്കപ്പ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവില്ല. അതുപോലെ LED ആസിഡ് ബാറ്ററിയുടെ പോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിക്കുന്ന പരിപാടിയൊന്നും ഇതിനില്ല. ഇങ്ങനെയുള്ള ലിഥിയം ബാറ്ററി ഉപയോഗിക്കുമ്പം ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇടയ്ക്കൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് ഉപയോഗിക്കുക. അതുപോലെ ഇങ്ങനെയുള്ള ബാറ്ററി പാക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഈ കാണുന്നതെല്ലാം നമ്മളിവിടെ ഓരോ ആളുകളും ഓർഡർ ചെയ്തിട്ട് അത് പ്രകാരം നമ്മളിവിടെ ഉണ്ടാക്കിയേക്കുന്നതാണ്. ഈ ബാറ്ററി പാക്കുകളെല്ലാം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് കൊടുക്കാറുള്ളൂ. ഈ ഒരു 12 വോൾട്ട് 5Hൻ്റെ ലിഥിയം ബാറ്ററി പാക്ക് ഇത് 980 രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിലും കുറഞ്ഞ റേറ്റിൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഷോപ്പുകളിലോ കിട്ടിയില്ലെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള 12 വോൾട്ട് ലിഥിയം ബാറ്ററി പാക്കിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ ഇങ്ങനെയുള്ള ബാറ്ററി പാക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ ആയിട്ട് നമ്മുടെ ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മുടെ വീഡിയോയിൽ ആദ്യം കാണിച്ച ഡയഗ്രത്തിലെ പോലെ ഉണ്ടാക്കിയെടുക്കാനവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.